എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കുറച്ച് ഈ ഒരു ഓണക്കാലത്തെ വരവേൽക്കാനും അതേപോലെ തന്നെ വിവാഹ സീസണെ വരവേൽക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് പുതിയ അടിപൊളി ട്രെൻഡി കളക്ഷൻസ് ഒന്ന് കാണാം. അപ്പോൾ ആദ്യമേ തന്നെ ഓണമാണ്. ഞാനും ഇങ്ങനെ സെറ്റൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി. അപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പാലക്ക നാഗപടം കളക്ഷനാണ്. അപ്പോൾ അത് തന്നെ ഒരു നല്ല സെറ്റ്, കൊമ്പിൻ്റെ ഒരു നെക്ലേസും എന്താ പറയുക, കൊമ്പിൻ്റെ തന്നെ 2 ടൈപ്പ് സിംഗിളായിട്ടും ഡബിളായിട്ടും വരുന്ന 2 വളയും, ലേറ്റസ്റ്റായിട്ട് പാലക്കയിൽ ഇറങ്ങിയിരിക്കുന്ന നല്ല വലിപ്പമുള്ള കൊട ജിമിക്കയും, പിന്നെന്താ കൊമ്പ് ഷേപ്പിൽ വരുന്ന ഒരു മോതിരവും, പിന്നെ അതിനോട് യോജിക്കുന്ന തന്നെ ഒരു നാഗപടത്തിൻ്റെ ക്യൂട്ടായിട്ടുള്ള ബാംഗിളും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ ഓണാഘോഷത്തിൻ്റെ ഈ ഒരു ദിവസത്തിലെ ഒരു കോസ്റ്റ്യൂം. അപ്പോൾ ഇനി നമുക്ക് മറ്റ് ട്രെൻഡി ഓർണമെൻറ്റ്സിലേക്കൊന്ന് പോവാം. ട്രെൻഡി എന്ന് പറയാൻ പറ്റില്ല, ട്രഡീഷണൽ ചെട്ടിനാട് കളക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇത്തവണത്തെ ആ ഒരു വിവാഹ സീസൺ അല്ലെ, നമ്മൾക്ക് എന്താ പറയുക, ഓണത്തിനെന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മുടെ കോളേജ് കുട്ടികൾ, യൂത്ത് ആയിട്ടുള്ളവരും, ഇനി എൻ്റെയൊക്കെ ഒരു ഏജിലൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ സിമ്പിളായിട്ടൊന്ന് ഈ ഓണപ്പുടവയൊക്കെ ഇതുപോലെ ഉടുത്ത് സുന്ദരിയായിട്ടൊന്ന് ഒരുങ്ങണമെങ്കിൽ ഇതേപോലുള്ള ക്യൂട്ടായിട്ടുള്ള എത്ര നല്ലതാണെന്ന് നോക്കിയേ. മയിലിൻ്റെ രൂപമൊക്കെ വന്നിട്ട് ദേവി രൂപവും റൂബി പോട്ട സ്റ്റോൺസും അല്പം ഗോൾഡൻ ബോൾസും ഒക്കെ ഹാങ് ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നെക്ലേസ്. ഇത് ഏത് ഏജുകാർക്കും, ഇനിയൊരു +1 +2 തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 50-60 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ ചെട്ടിനാട് നെക്ലേസ്. ഇനി ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ട്രഡീഷൻ അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്മി കാശ് വെച്ചിട്ട്, അതും അടുക്ക് കാശെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരല്പം അടുങ്ങി തന്നെ ഇരിക്കുന്ന അല്പം മുത്തിരിയൊക്കെ വെച്ച് റൂബി കല്ലും എല്ലാം വെച്ചിട്ട് വരുന്ന നല്ലൊരു സിമ്പിൾ, ഇതും നമ്മൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാവുന്ന, പട്ടുപാവാടയുടെയൊക്കെ കൂടെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്തിട്ടുള്ള ചെട്ടിനാട് കളക്ഷൻ. ഇനിതാ അല്പം ഹെവി ആയിട്ട് വേണോ, ഗോഡി ആയിട്ട് വേണോ, നമ്മൾക്ക് എന്താ പറയുക, കല്യാണ ഫങ്ഷനൊക്കെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിൽക്കാൻ സിംഗിൾ പീസായിട്ട് ഉപയോഗിക്കാം. ഇനി ബ്രൈഡ്സിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ വരുന്ന റൂബി പോട്ട സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുള്ള നല്ലൊരു നെക്ലേസാണ് ഇതെന്ന് പറയുമ്പോൾ. ഇത് നമുക്ക് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഏത് കാറ്റഗറി ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇനി അതൊന്നും കൂടാതെ നല്ലൊരു ലെയർ നെക്ലേസ്, നമ്മുടെ ഉള്ളിബോളൊക്കെ വെച്ചിട്ട് ഓവൽ ഷേപ്പിലുള്ള സിമ്പിളായിട്ടുള്ള ഉള്ളിബോൾ വെച്ചിട്ട് 5 ലെയറിൽ വന്നിട്ട് 2 സൈഡിലും പെൻഡൻ്റൊക്കെ വന്നിട്ട് വന്നിരിക്കുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള നെക്ലേസ്. ഇതിൽ ദേവി രൂപം വന്നിട്ടുണ്ട്, പിന്നെ വേറൊരു ഫിഗർ വന്നിട്ടുണ്ട്. നമുക്ക് വേണേൽ ഇതൊക്കെ എങ്ങനെ വേണേലും സിംഗിൾ ലെയർ, ഡബിൾ ലെയർ, 3, 4, 5 അങ്ങനെ എത്ര ലെയർ വേണേലും വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 സൈഡ് പെൻഡൻറ്റ് മതിയോ, ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഇനി പെൻഡൻ്റ് ഇല്ലാതെ ഇത് മാത്രമായിട്ട് ലെയർ ചെയ്ത് വേണോ, അങ്ങനെയും ചെയ്യാം. ഇതേപോലെ നമ്മൾക്ക് നല്ല ഹിപ്പ് ചെയിനോ ഷോർട്ട് ചെയിനോ, ഇനി നമ്മൾക്കത് വേണമെങ്കിൽ 2 in 1 ആയിട്ട് വേണമെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹിപ്പ് ചെയിനായിട്ട് ഉപയോഗിക്കാം. പിന്നീട് നമ്മൾക്ക് വിവാഹശേഷം എല്ലാ അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് സിമ്പിൾ നമ്മളുടെ ഒരു സിംഗിൾ നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി അതിനൊക്കെ ചേരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള റൂബി സ്റ്റോൺ, ഇതെല്ലാം ബീഡ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടുള്ള റൂബി പോട്ട സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ജിമുക്ക. ഒരു
ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എങ്കിലും ഞാനിവിടെ ഒരു പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി അതിന് ചേരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നമ്മുടെ ചെട്ടിനാട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബാംഗിൾസാണ് ഇതെല്ലാം. റുബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ പല വീതിയിൽ വരുന്ന ബാംഗിൾസ് ഉണ്ട്. ഈ ഒരു ഇത്രയും വീതിയിൽ വരുന്നതുകൊണ്ട്, ഇനി ഏറ്റവും സിമ്പിളായിട്ടെന്ന് പറഞ്ഞത് ഇത്രയും വീതിയിൽ വരുന്നതുകൊണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതാണ്ടോ. അല്പം നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് ചെയ്ത് ഫ്ലോറൽ ഗ്രീൻ കളർ സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള ബാംഗിൾസ് ഉണ്ട്. ഇനി ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് കാണാം. ഇതേപോലെ ബ്ലാക്ക് ആൻറ്റിക്കിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻറ്റിക്കിലുണ്ട്. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല, ഒരുപാട് കളക്ഷൻസ് നമ്മളുടെ കല്ല് വെച്ചതും കല്ല് വെച്ചതുണ്ട്, കല്ലില്ലാത്തതുണ്ട്, പിന്നെ കുറച്ച് കല്ല് വെച്ചതും കൂടുതൽ കല്ല് വെച്ചതും ആയിട്ടുള്ളത്. ഇതൊക്കെ കൂടുതൽ കല്ല് വെച്ച് കല്ലിന് പ്രൊമിനൻസ് വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ട്. മയിൽ മോട്ടീഫൊക്കെ ആയിട്ട് അല്പം വീതിയിൽ വരുന്ന ബാംഗിൾസ് ഉണ്ട്. പിന്നെ ഫ്ലോറൽ പാറ്റേൺസ്, കാശ് വെച്ചിട്ടുള്ള വൈറ്റ് സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് പാറ്റേൺ ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് കാണുന്നതിലും ഈ ഒരു ഓണക്കാലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലുള്ള ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് അണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സ്, അതിൻ്റെ ഫിനിഷ്, ക്വാളിറ്റി, ഡിസൈൻസ്, വെറൈറ്റി കളക്ഷൻസ് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് വരിക. അതേപോലെ തന്നെ കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റ് അപ്ഡേഷൻസിനായിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.